എറണാകുളം തിരുവാണിയൂരിൽ അമ്മ ചാലക്കുടി പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ 3 വയസ്സുകാരിയുടെ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പെൺകുട്ടിയുടെ അമ്മയെ മാത്രമാണ് കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത്. കുട്ടിയെ പീഡനത്തിനിരയാക്കിയ അച്ഛന്റെ സഹോദരനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ചെങ്ങമനാട് പോലീസാണ് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 101 സാക്ഷികളാണുള്ളത്. കേസിൽ പുത്തൻകുരിശ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് മൂവാറ്റുപുഴ പോക്സോ കോടതിയിലാണ്. 2025 മെയ് 19 തീയതി തിങ്കളാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. അമ്മയ്ക്കൊപ്പമുണ്ടായിരുന്ന 3 വയസ്സുകാരിയെ കാണാതാവുകയായിരുന്നു. സംഭവം അറിഞ്ഞ കുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ ആലുവയിൽ ബസ്സിൽ വെച്ച് കാണാതായി എന്നായിരുന്നു അമ്മ ആദ്യം നൽകിയ മൊഴി. ഇതിന് പിന്നാലെ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ കുട്ടിയുമായി പോകുന്ന അമ്മയുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. പിന്നീട് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ മൂഴിക്കുളം പാലത്തിന് മുകളിൽ നിന്ന് താഴേക്കെറിഞ്ഞതായി യുവതി പോലീസിനോട് പറയുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂഴിക്കുളം പാലത്തിന് താഴെ നടത്തിയ തിരച്ചിലിൽ പിറ്റേ ദിവസമാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കുട്ടിയോട് അച്ഛന്റെ കുടുംബം കാണിച്ച അമിതമായ വാത്സല്യവും പ്രതി നേരിട്ട ഒറ്റപ്പെടലുമാണ് കൊലപാതകത്തിനുള്ള കാരണമായി കുറ്റപത്രത്തിൽ പറയുന്നത്. എന്നാൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടുവെന്ന വിവരം പുറം ലോകം അറിഞ്ഞത്. അച്ഛന്റെ സഹോദരനാണ് കുഞ്ഞിനെ നിരന്തരം പീഡിപ്പിച്ചിരിക്കുന്നതെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി. കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം പോലും ഇയാൾ കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നു. കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവ് പ്രതിയുടെ ലൈംഗിക വൈകൃതങ്ങളുടെ തെളിവാകുന്നുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത്.